കെടാത്ത കനലുകൾ. ലക്ഷദ്വീപിലെ മുതിർന്ന പൗരന്മാർ പങ്കെടുക്കുന്ന കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. റിട്ടയർഡ് ഹെഡ്മാസ്റ്ററും ആകാശവാണിയുടെ ഗുണകാംക്ഷിയും ശ്രോതാവുമൊക്കെയായ ശ്രീ ബുഹാരി മാസ്റ്റർ കഴിഞ്ഞ ബുധനാഴ്ച പങ്കുവച്ച അനുഭവങ്ങളുടെ ബാക്കി ഭാഗമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പരിപാടിയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. മനസ്സിന് മങ്ങാത്ത യൗവനം പകരുന്ന മനോഹരമായ ഒരു വസന്തമാണ് ശരിക്കും കളികളോടുള്ള പ്രണയം. കളിക്കളത്തിലെ ഓരോ ചുവടിലും ഉണരുന്ന ആവേശം നമ്മുടെ ഉള്ളിലെ അവശതയെ മറപ്പിച്ച് മനസ്സിന് നിത്യ യൗവനം പ്രദാനം ചെയ്യും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ബുഹാരി മാഷ് ക്രിക്കറ്റ് കളിയെ നെഞ്ചിലേറ്റിയ ഒരു കായിക പ്രേമി കൂടിയാണ്. ഇന്നും കളിക്കാനും കളി കാണാനും ഏറെ ഇഷ്ടപ്പെടുന്ന ആളാണ്. എന്താണ് കളികളെക്കുറിച്ച് പറയാനുള്ളത്, പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിയെക്കുറിച്ച്? ചെറുപ്പത്തിലെ ക്രിക്കറ്റിനോട് താല്പര്യമുള്ള ഹയർ സെക്കൻഡറി പഠിക്കുമ്പോൾ പിന്നെ ടി വി കാര്യങ്ങളൊന്നുമില്ല, റേഡിയോ കമന്ററി മാത്രമാണുള്ളത്. അപ്പൊ കമന്റ് കേൾക്കുമായിരുന്നു. പിന്നെ എനിക്ക് റേഡിയോ ആദ്യമായിട്ട് സ്വന്തമായിട്ട് റേഡിയോ കിട്ടുന്നത് കമന്ററി കേൾക്കാൻ വേണ്ടി തന്നെ വാങ്ങിച്ച ഇവിടെ ഒരു നമ്പൂതിരി മാഷ് എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. സാറ് വന്നതാണ് ഒരു കൈ പറ്റിയ ഒരു റേഡിയോ, ഫിലിപ്സിന്റെ റേഡിയോ ആണ്. അപ്പൊ ഞാൻ പ്രത്യേകിച്ച് അത് വാങ്ങിച്ച ഇത് പാട്ടും അതുപോലെ കമന്ററിയും കേൾക്കാൻ വേണ്ടി, ക്രിക്കറ്റ് കമന്ററി കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ക്രിക്കറ്റിൽ എന്ന് പറയുന്ന ചെറുപ്പത്തിലേ എനിക്ക് താല്പര്യമാണ്, വലിയ താല്പര്യം, പ്രാർത്ഥന തന്നെ പറയാം. അപ്പൊ ഹൈസ്കൂൾ അധ്യാപകനായിരിക്കുകയാണ്. അത് 85 തോന്നുന്നു. അപ്പൊ ഈ ഷാർജ കപ്പ് ക്രിക്കറ്റ് ഉണ്ട്, ഷാർജ കപ്പ്. അപ്പൊ അതിൽ ഫൈനലിൽ എത്തിയിരിക്കുന്നത് പാകിസ്ഥാൻ ഇന്ത്യ. പാകിസ്ഥാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ മത്സരം കാണേണ്ടതാണ്. നെയിൽ ബൈറ്റിംഗ് ഫിനിഷാണ്. എല്ലാവർക്കും താല്പര്യമുള്ള മത്സരമാണ് പാകിസ്ഥാൻ ഇന്ത്യ. അത് കാണികളുടെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുക ഈ മത്സരങ്ങൾക്കാണ്. അപ്പൊ അങ്ങനെ ഈ മത്സരത്തിന്റെ തലേ ദിവസം ഞാൻ ഇവിടെ നോക്കുമ്പോഴേക്കും ഞങ്ങളുടെ ഈ ഡിഷ്, ഇവിടുത്തെ ഡിഷും ഇവിടുത്തെ ടി വി, അന്ന് ഒറ്റ ഡിഷും ഒറ്റ ടി വി സർക്കാർ വക പ്രൊവൈഡ് ചെയ്തതാണ്. അത് നമ്മളെ പാസഞ്ചർ ഹോളിലാണ് വെച്ചിരുന്നത്. ഞങ്ങളുടെ ഇവിടത്തെ അത് കേടായി. ഞാൻ ഈ ഇപ്പൊ എങ്ങനെയാ നാളത്തെ കളി കാണുക? അങ്ങനെ സ്കൂളിൽ നിന്ന് 8ാം പീരീഡ് കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ വന്നു, മേലാപാള ജെട്ടിയിൽ വന്ന് നോക്കുമ്പോഴേക്ക് ബോട്ടൊന്നും കിടമത്തിലേക്കില്ല. അങ്ങനെ മടങ്ങുമ്പോഴാണ് പ്രകാശൻ എന്ന് പറയുന്ന ഇലക്ട്രിക്കലി ഞങ്ങളിപ്പോ കിടമത്തിലേക്ക് പോകുന്നത്. സാർ വരുന്നുണ്ടോ? വന്നോ? ഞാൻ പോയി വേഗം വീട്ടിൽ പോയി. ഞാൻ പറയും 5 മിനിറ്റ് വെയിറ്റ് ചെയ്തു. ഞാൻ പോയി വീട്ടിൽ പോയി കുറച്ച് 1-2 ഷർട്ടും മുണ്ടും ഒക്കെ എടുത്തുകൊണ്ട് വന്നു. ഞാൻ വരുമ്പോഴേക്ക് ഇവര് എന്തെങ്കിലും ബോട്ട് പുറത്തേക്ക് പോയി. ഞാൻ കൊടി കാണിച്ചു, കറുത്ത കൊടി. ഇവിടെ ഒരു സങ്കടപ്പെട്ട ഒരാൾ ഇരിക്കുന്നുണ്ട്. അവരവിടെ എന്നെ അങ്ങോട്ടാ മാറി വിളിക്കുന്നത്. ഞാൻ പിന്നെ ഒന്നും അമാന്തിച്ചില്ല, ഒറ്റ ചാട്ടാണ് കടലിലേക്ക്. എൻട്രൻസ് കിടന്ന് ഞാൻ പോയി ബോട്ടിനകത്ത് കയറി കടമത്തിൽ പോയി. പിറ്റേ ദിവസം അതിന്റെ ഫൈനൽ മാച്ചും കണ്ട് ഞാൻ പിറ്റേ ദിവസം തിരിച്ചു വന്നു. ഫൈനൽ മാച്ച് എന്ന് പറയാൻ ഏത് കാലത്തും എല്ലാവരും ഓർമ്മിക്കുന്ന ഒരു മാച്ചാണത്. ലാസ്റ്റ് ബോളാണ്, ലാസ്റ്റ് ബോൾ പാകിസ്ഥാനാണ് ബാറ്റിംഗ് സൈഡ്. ഒരു ബോൾ ലാസ്റ്റ് ബാറ്റ്സ്മാൻ 5 റൺ വേണം പാകിസ്ഥാൻ. ഇപ്പൊ ഞാൻ വിചാരിച്ച് ചെയ്താലും കിട്ടൂല, നമ്മൾ ഇന്ത്യ ജയിച്ചത് തന്നെ. അവസാനം ലാസ്റ്റ് ചേതൻ ശർമ്മ എന്നുള്ള ഒരു ബോളറാണ് എനിക്ക് ഓർമ്മ ഉണ്ട്. അയാൾ ഫുൾ ടോസ് ആണ് കൊടുത്തത്. ഫുൾ ടോസ് കൊടുത്തപ്പോൾ ജാവേദ് മിയാണ്ട് അത് വന്ന് 2 സ്റ്റെപ്പ് കയറി മുമ്പിലേക്ക് വന്ന് കയറി വച്ചടിയാം. ഗാലറി കഴിഞ്ഞ് പുറത്തേക്ക് അയാൾ പിന്നെ ഒന്നും നോക്കിയില്ല. അങ്ങനെ അവര് ആ മാച്ച് ജയിച്ചു. എന്നും ഓർമ്മിക്കുന്ന ഒരു മാച്ചാണ്. സങ്കടമായി പോയി, നമുക്ക് സങ്കടമാണ്. പക്ഷെ ക്രിക്കറ്റ് വീക്ഷിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നൈൽ ഫൈറ്റിംഗ് ഫിനിഷ് ആവുമ്പോഴാണ് അതിനൊരു ഹരമുള്ളത് കളിക്ക്. അതെ അതെ, ഒരു ആവേശം ഉണ്ടാവും. ആവശ്യമുണ്ടാവും. അതെ, ഭ്രാന്തമായ ഒരു കായിക അഭിനിവേശം തന്നെയായിരുന്നു സാറിന്. കാരണം നീന്തിപ്പോയി 74 വയസ്സെന്ന് പറഞ്ഞില്ലേ. ഞാൻ ഇപ്പോഴും കുട്ടികളുടെ കൂടെ ചിലപ്പോൾ കളിക്കാൻ പോകും, ചിലപ്പോൾ പുറത്തിരുന്നെങ്കിൽ കാണാൻ പോകും. എങ്ങനെയായാലും അത് ശരിയാ. നീന്തിപ്പോയൊക്കെ കളി കാണുക എന്ന് പറഞ്ഞാൽ നമുക്ക് കേട്ടറിവേ ഉള്ളൂ. എന്നാലും അങ്ങനെ ഒരാളെ പരിചയപ്പെടാൻ പറ്റിയതിൽ തന്നെ വലിയ സന്തോഷമുണ്ട്. സാറിന് 74 വയസ്സുള്ളപ്പോഴാണെന്ന് തോന്നുന്നു ഈ അക്യുപങ്ക്ചർ പഠിക്കാൻ പോയത് അല്ലേ? വയസ്സ് വെറും ഒരു നമ്പർ മാത്രമാണെന്ന് തെളിയിക്കുന്നൊരു സംഭവമാണത്. എന്തായാലും അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഞാൻ അങ്ങനെയാ കരുതി വെച്ചിരിക്കുന്നത്. അസാധ്യമായിട്ടുള്ളതൊന്നുമില്ല. അത് ഏജ് എന്നുള്ള ഈ ന്യൂമറിക്കൽ ഏജ്, അരിത്തമെറ്റിക്കൽ ഏജ് നമ്മളെ സംബന്ധിച്ച് ഒരു പ്രശ്നമല്ല. നമ്മുടെ മനസ്സാണ് നമ്മുടെ ഏജ് നിശ്ചയിക്കുക. തീർച്ചയായിട്ടും ഞാൻ എന്റെ വയസ്സ് 45 ഫ്രീസ് ചെയ്തു. ഞാൻ അതിനങ്ങോട്ട് ഇല്ലെന്നാണ് എന്റെ ധാരണ. അപ്പൊ അതുകൊണ്ട് എന്താണ്, എനിക്ക് ഈ കുട്ടികളുടെ ബാല്യക്കാർ മക്കളെ കൂടെ എല്ലാം കുറച്ച് വിഷയം പറഞ്ഞിട്ട് പോസിറ്റീവ് എനർജി എനിക്ക് കിട്ടുന്നുണ്ട്. മറ്റേ 60 വയസ്സ് ഞാൻ വയസ്സായിപ്പോയി, ഇനി എനിക്കൊന്നും ചെയ്യാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എവിടെയെങ്കിലും ഇരുന്നിട്ട് എന്തെങ്കിലും വിഷയത്തെ കുറിച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളാ പറയുക. അത് നെഗറ്റീവ് എനർജി നമുക്ക് പ്രദാനം ചെയ്യും. നേരെ മറിച്ച് യുവാക്കളോട് കൂടിക്കഴിഞ്ഞാൽ അവര് നമ്മളേക്ക് പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യും.
അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഫുട്ബോളിലായാലും ക്രിക്കറ്റിലായാലും ഞാൻ സജീവമായിട്ട് തന്നെ ഇപ്പോഴും ഉള്ളത്. ഈ ഒരു എനർജി മനസ്സിലുള്ളത് കൊണ്ടാണോ ഈ ഒരു പ്രായത്തിൽ 74ാമത്തെ ആ പ്രായത്തിൽ അക്യുപങ്ചർ പഠിക്കാനുള്ള ഒരു മനസ്സ് വന്നത്? അതിന് പ്രത്യേക ഒരു കാരണം കൂടിയുണ്ട്. എനിക്ക് പല അസുഖങ്ങളും ഇങ്ങനെ ഉണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് വേറൊരു നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഡോക്ടർ ആകണം എന്നുള്ള ഒരു, ഞാൻ ഡോക്ടർമാരെ കാണുമ്പോൾ നഴ്സുമാരെ കാണുമ്പോൾ വളരെയധികം എന്തോ ഒരു പ്രത്യേക ഒരു സ്നേഹം, ഒരു ബഹുമാനം, അവരോട് ഇഷ്ടം അവരോട് തോന്നുന്നുണ്ട്. അതൊരു പക്ഷേ എന്റെ മനസ്സിൽ കിടന്നത് കൊണ്ടായിരിക്കും. ഇങ്ങനെയുള്ള സ്റ്റെപ്പ് വെച്ചിട്ട് ഗുളിക കൊടുത്തിട്ടുള്ള ഡോക്ടർ അല്ലെങ്കിൽ കൂടിയും മനുഷ്യനെ മനുഷ്യനായി അറിഞ്ഞുകൊണ്ട് മനുഷ്യന്റെ നാടിമിടിപ്പുകളെ അറിഞ്ഞുകൊണ്ടുള്ള ഒരു ചികിത്സ പഠിക്കാനും അതിന്റെ ഒരു വൈദഗ്ധ്യം നേടുവാനും ഒരു അക്യുപഞ്ചർ ഡോക്ടറാകുവാനും എനിക്ക് കഴിഞ്ഞത് ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും. പിന്നെ വേറൊരു വിഷയം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പല അസുഖങ്ങളും ഉണ്ടായിരുന്നു. പ്രമേഹം, അതേപോലെയുള്ള പല അസുഖങ്ങളും, അൾസർ, ഇങ്ങനെ പല രോഗങ്ങളുണ്ട്. ഞാൻ അതിനൊരു കുറേ കാലം മരുന്ന് കഴിച്ചു. അതിനിടക്കാണ് എനിക്കൊരു ഒരു ഒരു എന്താ വീഡിയോ കാണുന്നത്. അതില് മരുന്നുകളില്ലാതെ സുഖക്കേടുകൾ മാറ്റിയെടുക്കാൻ സാധിക്കും. കാരണം ഞാൻ അത് കേട്ടു. അപ്പൊ എനിക്ക് തോന്നി, ഞാനിങ്ങനെ മരുന്ന് എന്തിനാ കഴിച്ചിട്ട് കുറെ കൊല്ലം കഴിച്ചിട്ടൊന്നും ശരിയാവുന്നില്ലല്ലോ, അപ്പൊ ഇതൊന്ന് ഈ ചികിത്സ ഒന്ന് നോക്കിയാലോ. അങ്ങനെ അത് നോക്കി എനിക്ക് മെച്ചം കണ്ടു. അങ്ങനെയാണ് ഞാൻ 74ാമത്തെ വയസ്സിൽ ഈ സയൻസ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ BSc-ന്റെയും അക്യുപഞ്ചർ അക്കാദമിയുടെയും 3 പേപ്പർ ഫസ്റ്റ് ക്ലാസ് ഡിസിഷനോടുകൂടി ഞാൻ പാസ്സായി. ഇപ്പോൾ ഞാൻ അമേനിയിലും അതേപോലെ കടമത്തെ, കിൽത്തൻ എന്നീ ദ്വീപുകളിൽ അക്യുപഞ്ചർ ചികിത്സ നടത്തുകയാണ്. ഓക്കെ. ഈ മനുഷ്യന്മാരോടുള്ള സ്നേഹം കാരണം, അവരെ പരിചരിക്കാനുള്ള വല്ലാത്തൊരു സ്നേഹം കാരണം ഈ ഒരു പ്രായത്തിൽ ഇതുപോയി പഠിച്ച് വലിയൊരു മനുഷ്യസ്നേഹിയായ ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം. അത് മാത്രമല്ല, നല്ലൊരു കർഷകനും കൂടിയാണ്. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കാർഷിക ഇനങ്ങൾ എന്തൊക്കെയാണ്? അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഞാൻ 3ാം വയസ്സിൽ 4ാം വയസ്സിലൊക്കെ ഈ കൃഷിയിൽ താല്പര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം ഇങ്ങനെയുള്ള കൃഷിയല്ല. അന്ന് പശു തിന്ന ഓലകളുണ്ട്, അതെല്ലാം കൂട്ടിവെച്ച് കെട്ടി ഞാൻ മുളക്, വെണ്ട, വഴുതന ഇതെല്ലാം നടും. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഓടുന്നത് ഈ വേലിക്കകത്തേക്കാണ്. അതിന് പുതിയ തളിരെന്തെങ്കിലും വന്നിട്ടുണ്ടോ ഇതെല്ലാം നോക്കി അങ്ങനെ ഇതെല്ലാം ആയി. അതിനോട് അന്ന് മുതലേ താല്പര്യം എനിക്കുണ്ട്. ഇപ്പൊ ഈ പ്രായമായിട്ടിങ്ങനെ മറ്റേ ഡേറ്റ് ഓഫ് ബർത്ത് പ്രായമാണ്, അല്ല മറ്റവൻ ഞാൻ പ്രായമായിട്ട് കരുതുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് കൃഷിയിൽ താല്പര്യമുള്ളത് കൊണ്ട് ഞാനിപ്പോഴും അത് കൃഷി ചെയ്യുന്നുണ്ട്. വാഴകളുണ്ട്, 10-15 വാഴ ഇവിടെ നട്ടിട്ടുണ്ട്. ഞാൻ തന്നെ കുഴിച്ചിട്ട് നട്ടതാണ്. പിന്നെ അതുപോലെ ചെറിയ ചെറിയ പച്ചക്കറി ചെടികളുണ്ട്. അങ്ങനെ നേരത്തെയൊക്കെ പശുവിനെയും ആട്ടിനെയൊക്കെ വളർത്തിയിരുന്നു. ഇപ്പൊ പിന്നെ പശുവിനെയും ആടുണ്ട്. ഇപ്പം 7-10 ആടുണ്ട്, പശുവില്ല. അതിനൊക്കെ വളർത്തുന്നുണ്ട്. ഞാൻ ഈ കൃഷി ചെയ്യുന്നുണ്ട്. ചുരുക്കത്തിൽ എനിക്കിപ്പോ ടൈമൊന്നുമില്ല. വൈകുന്നേരം മാത്രം ഒരു 5-5:30 ആകുമ്പോൾ അവിടെ പോയി കിടപ്പുറത്ത് അല്പം വരും. ഒരു മണ്ണിലിറങ്ങി ജീവിക്കുന്ന ഒരാളാണ്. എന്തായാലും പഴയ കാലത്തിലൂടെ ജീവിച്ച് പുതിയ കാലത്തിൽ കാലുറപ്പിച്ച് നിൽക്കുന്ന ഒരാളാണ്. പഴയ കാലവും പുതിയ കാലവും ഒന്ന് ചേർത്ത് നോക്കുമ്പോൾ എന്ത് തോന്നുന്നു? എനിക്ക് തോന്നുന്നു ഇപ്പൊ പുതിയ കാലത്ത് നമ്മൾ ഐശ്വര്യങ്ങളും കാര്യങ്ങളും സമ്പത്തും കാര്യവും മറ്റും ഉണ്ടെങ്കിലും അന്നത്തെ ഒരു ജീവിതമുണ്ടല്ലോ, അതൊരു പ്രത്യേക തരം ഒരു ഹരമുള്ള ജീവിതമാണ്. ആ കൂട്ടുകുടുംബം, രാത്രി ബാപ്പ വന്ന് എല്ലാ മക്കളും വന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് വലിയ ഒരു പ്ലേറ്റിനകത്ത് ചോറ് കൊണ്ടുവരും. ഉമ്മ കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്രത്തിൽ കറിയും ഉണ്ടാവും. ബാപ്പ വന്ന് എല്ലാവരുടെയും മുമ്പിലേക്ക് കറി ഒഴിച്ചു തരും. പിന്നെ ബിസ്മില്ലാഹിൽ എല്ലാവരും കൂടി കുഴച്ച് അത് കഴിക്കും. ബാപ്പ ഈ ചോറ്റിന്റെ ഏറ്റവും സെന്ററിൽ ഒരു കഷ്ണം മീൻ വെക്കും. അതിന് അല്പം അടുത്ത് എല്ലാവരും അത് കഴിക്കും. അപ്പൊ അതുവഴി നമുക്കൊരു സ്നേഹം, കുടുംബ ബന്ധവും അതേപോലെ എന്നും മറക്കാനാവാത്ത, എപ്പോഴും ഏത് സമയത്തും കുടുംബത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ സ്നേഹവും ഒക്കെ ഊട്ടിയുള്ളത്താൻ അത്തരം കാര്യങ്ങൾ സഹായിച്ചിട്ടുണ്ട്. മാത്രമല്ല നമ്മൾ അധ്വാനിച്ചിട്ട് കിട്ടുന്ന, ഇപ്പൊ ഉദാഹരണത്തിന് ഞങ്ങൾ തന്നെ ചകിരി ഉണ്ടാക്കി അതുകൊണ്ട് കോട്ടി നമ്മുടെ കച്ചയിൽ കൊണ്ട് കൊടുത്ത് അരി വാങ്ങിച്ച്, അപ്പൊ അത് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അതിന് പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇന്നിപ്പോ അങ്ങനെയല്ല, ഇഷ്ടംപോലെ സാധനങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ പലതും മായം ചേർത്താണ്. അതുകൊണ്ട് തന്നെ അസുഖങ്ങളും കൂടുതലാണ്. ഇപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഏതാണ്ട് അരമണിക്കൂറോളം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞു. അതുമാത്രമല്ല, വേറൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ബുഹാരി മാസ്റ്ററിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ബാക്കി എന്താ പറയുക വാട്സാപ്പിലും ഒക്കെ സജീവമായിട്ട് ഇടപെടുന്ന, പ്രായം മറന്നുപോയ ഒരാളാണ്. ഈ സോഷ്യൽ മീഡിയയുടെ സാധ്യതകൾ ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? സോഷ്യൽ മീഡിയ എന്നുള്ളത് തീർച്ചയായിട്ടും അത് ഏറ്റവും നല്ല ഒരു മാർഗമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് പല രീതിയിൽ ഇതുകൊണ്ട് ഗുണമുണ്ട്. പല സൗഹൃദങ്ങൾ വളർത്താൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല പുതിയ അറിവുകൾ നേടാൻ നമുക്ക് സഹായിക്കുന്നുണ്ട്. അങ്ങനെ തന്നെ പല കാര്യങ്ങളും ഇതുവഴി നമുക്ക് നേടാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ഫേസ്ബുക്കിലും അതേപോലെ വാട്സപ്പിലും
ഇതിലെല്ലാം യൂട്യൂബൊക്കെ കാണുന്നുണ്ട്. എന്റെ പേരിൽ തന്നെ ഒരു ചാനലുണ്ട്, അക്യുലാക് എന്നുള്ള ഒരു യൂട്യൂബാണ് എന്റേത്. അപ്പൊ അങ്ങനെ അതിലേക്കുള്ളതുകൊണ്ട് ഒരുപാട് എനിക്കൊന്നും മാത്രമല്ല, മൊത്തത്തില് മീഡിയാസ് നമ്മൾ തന്നെ ഇപ്പൊ ഇതിനിടയ്ക്ക് വേണ്ടത് ഡൽഹിയിലുള്ള ആ പ്രശ്നങ്ങള്, ആ മീഡിയാസ് അത് വളരെ നല്ലൊരു റോൾ അതിന് വഹിച്ചിട്ടുണ്ട് അതിന്. അപ്പൊ ഏത് തലത്തിലും ആശയങ്ങൾ കൈമാറാനും പുതിയ ആശയങ്ങൾ പഠിക്കാനും പുതിയ അറിവുകൾ സമ്പാദിക്കാനും എല്ലാം ഈ മീഡിയാസ് വളരെയധികം ഉപകാരമുള്ളതാണ്. എന്നാൽ അതിന് ചില ദൂഷ്യവശങ്ങളുമുണ്ട്. അതിപ്പോ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആദ്യം കണ്ടുപിടിച്ചപ്പോൾ അത് നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാനാണ്. അതിന് പിന്നെ മോശപ്പെട്ട കാര്യത്തിന് ഉപയോഗിച്ചത് ആ കണ്ടുപിടിച്ച ആളുടെ തെറ്റല്ല എന്നുള്ള പോലെയാണ് ഇതെല്ലാം തന്നെ നല്ലൊരു ഗുണമുള്ള കാര്യങ്ങളാണ്. പക്ഷെ പലതും അതിനെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ട് പലപ്പോഴും അതിനോട് ചിലപ്പോൾ മടുപ്പ് തോന്നാനും സാഹചര്യം വരുന്നുണ്ട്. പ്രത്യേകിച്ച് ദ്വീപുകളിൽ ഒരു ജോലിയിൽ നിന്ന് റിട്ടയർഡ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 60 കടന്നു കഴിഞ്ഞാൽ പ്രായമായി രോഗം പറഞ്ഞ് അങ്ങനെ കുത്തിയിരുന്ന് ചടഞ്ഞിരുന്ന് ഒരു സൈഡായി പോകുന്ന ഒരു രീതിയുണ്ട് നമ്മളിവിടെ. അത്തരം ആൾക്കാരോട് സാറിനെ സംബന്ധിച്ചിട്ട് സാർ എന്താണ് പറയാനുള്ളത് അവരോട് എനിക്ക് പറയാനുള്ളത് എന്താ പറഞ്ഞാല്, മൈൻഡ് ക്യാൻ ഇൻഫ്ലുവൻസ് അവർ ബോഡി കനോട്ട് ഇൻഫ്ലുവൻസ് മൈൻഡ്. അപ്പോ പറ്റുന്ന എന്താന്ന് വെച്ചാല് 60 വയസ്സെന്നുള്ളത് വയസ്സായി എന്നുള്ളതിന്റെ സർക്കാരിന്റെ ഒരു സർട്ടിഫിക്കറ്റ് പോലെയാണത്. അങ്ങനെ അത് അംഗീകരിക്കുന്നത് ഞാൻ വയസ്സായിപ്പോയി, ഞാൻ പെൻഷനാണ്, ഞാൻ വയസ്സായിപ്പോയി. എവിടെ വയസ്സാകുക എന്ന് പറഞ്ഞാൽ അതൊരു ഫിനോമിനാണ്. മെന്റൽ ഏജ്, ഫിസിക്കൽ ഏജ്. മെന്റൽ ഏജ് ഒരു കാരണവശാൽ നിങ്ങൾ അത് മൈൻഡില് താൻ വയസ്സായി എന്നുള്ള ഒരു കാര്യം നമ്മൾ കടത്തി അതിൽ കയറ്റി വെക്കാം. അങ്ങനെ വെച്ചാൽ നാച്ചുറലി അതിനോട് നമ്മൾ ചേർന്ന് നമ്മുടെ ഫിസിക്സ് മോശമാവും. ഏതായാലും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. ബുഹാരി മാസ്റ്ററിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം നല്ലൊരു പാട്ടുകാരനും കൂടിയാണ്. നമുക്കൊരു നല്ലൊരു പാട്ട് പാടിക്കൊണ്ട് തന്നെ നമ്മൾ ഈ പരിപാടി നമുക്ക് അവസാനിപ്പിക്കാം. സാറിൻ്റെ ഒരു പാട്ട് കേട്ടുകൊണ്ട് അവസാനിപ്പിക്കാം. പാട്ടിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഈ പഴയ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. നാടൻ പാട്ടൊക്കെ ഇഷ്ടമുണ്ടായിരുന്നു. പല നാടൻ പാട്ടുകളും ഞാൻ എൻ്റെ ഞങ്ങള് ശബരിദാറിന്റെ വരും. അപ്പൊ ഉമ്മ ശബരിതിരിക്കും, ഞങ്ങൾ ശബരിദാറിടും. അപ്പൊ ആ സമയത്ത് ഉമ്മ പാടുന്ന ചില പാട്ടുകളുണ്ട്, പ്രത്യേകിച്ച് നാടൻ പാട്ട്. അതൊക്കെ എനിക്ക് വശമായിരുന്നു. ഇപ്പോ ഈ പുതിയ പാട്ടുകളൊന്നും എനിക്ക് വലിയ ഇഷ്ടമില്ല. ഈ ചരിത്ര ഗാനങ്ങളിലും മാപ്പിളപ്പാട്ടുകളിലും തന്നെ പഴയ മാപ്പിളപ്പാട്ടുകളും പഴയ ചരിത്ര ഗാനങ്ങളും പഴയ നാടൻ പാട്ടുകളുമാണ് എനിക്ക് ഇഷ്ടമുള്ളത്. പൂമനപ്പൂവിന്റെ ഒരു പാട്ടുണ്ട്, അതിലെ 4 വരി അല്ലെങ്കിൽ കുറച്ച് വരി പാടാം. പിന്നെ അതിന് വേറെ ഒരു പാട്ട് പാടാം. കണ്ണുകരെ പ്രത്യേകാറ്റ് മുഖത്ത് കാറ്റ് മുഖത്ത് കടലരികത്ത് കാരിയക്കാരന വീടരികത്ത് കാറ്റടി കോശി കൊള്ളും ആലി രാജാവ് കണ്ടോണ്ട് വന്നിന വാരുവക്കാറ്. ചരിത്രത്തെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു പാട്ടാണ് അല്ലേ? അത് ഞങ്ങളുടെ ഇവിടുത്തെ ആദിരാജാക്കന്മാർ മരിച്ചതും പ്രക്കാട് പൂവിനെ കല്യാണം കഴിച്ചതും അവിടുന്ന് അവര് ഈ ലാൻഡെല്ലാം അവരുടെ പേരിൽ എഴുതി കൊടുത്തതും അതെല്ലാം അതിൽ നിന്ന് വരും. കുറേ ഉണ്ട്, പാടിയാ കുറേ പാടുന്നത്. ഓമനപ്പൂ എന്നുള്ള പാട്ടത്. മുത്തഞ്ചിരോണ്ട് അതിന്റെ പാട്ട് എന്ന് പറഞ്ഞാല് ബുളിയോ ബുളി കൂറ്റോ വേള വീരത്ത് ബുളിയറിവാൻ പോയി വന്നമക്ക ചൊല്ലേണ്ട ലമ്മിക്ക് താളെ ഊരോടും കാണണ്ട അയ്യോട്ടം കണ്ടാലെങ്ങാര് മക്കളെ അയ്യോട്ടം കണ്ടാലും മുത്തം ശിരോറ്. ഇങ്ങനെയുള്ള പാട്ട്. എന്തായാലും നമ്മളെ സമയം അവസാനിക്കുകയാണ്. ഒരുപാട് പാട്ടുകൾ കേൾക്കാനും ഒരുപാട് കഥകൾ കേൾക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. സാറിൻ്റെ കഥ കേൾക്കുമ്പോൾ നിർത്താൻ തോന്നുന്നില്ല. ഇനിയും മറ്റൊരു ദിവസം ആകാശവാണിയുമായിട്ട് കൂടിച്ചേരാം. പരിപാടിയിൽ പങ്കെടുത്തതിൽ ഒരുപാട് നന്ദി അറിയിക്കുന്നു. ഇനിയും ആകാശവാണിയെ കേൾക്കുക, അനുഗ്രഹിക്കുക, ചേർത്ത് നിർത്തുക. ആകാശവാണിയോടൊപ്പം ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് എന്റെ ആശയങ്ങൾ പുറം ലോകത്തെ അറിയിക്കാൻ എനിക്ക് ഉണ്ടാക്കി തന്ന അവസരത്തിന് ഞാൻ നിങ്ങളോടും ആകാശവാണിയോടും നന്ദി പറയുന്നു. കെടാത്ത കനലുകൾ എന്ന പരിപാടിയിലൂടെ ഇതുവരെ കേട്ടത് റിട്ടയർഡ് ഹെഡ് മാസ്റ്ററും ആകാശവാണിയുടെ ഗുണകാംക്ഷിയും ശ്രോതാവുമായ ശ്രീ ബുഹാരി മാസ്റ്റർ പങ്കുവച്ച അനുഭവങ്ങളും വിശേഷങ്ങളുമാണ്. മറ്റൊരാളുടെ വിശേഷങ്ങൾക്കും ഓർമ്മകൾക്കുമായി അടുത്ത ബുധനാഴ്ച വരെ കാത്തിരിക്കാം. ഈ പരിപാടി നിങ്ങൾക്കായി തയ്യാറാക്കിയത് മുഹമ്മദ് നിഷാം പുതിയപള്ളി. നന്ദി, നമസ്കാരം.